സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് നടത്തിയ അയ്യപ്പ സംഗമത്തിലും വലിയ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ബഹുമാനപ്പെട്ട പിണറായി വിജയ, ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയെല്ലാം തട്ടിപ്പ് നടത്താൻ താങ്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സമ്മതിച്ചിരിക്കുന്നു. അയ്യപ്പൻ്റെ സന്നിധാനത്തുള്ള എല്ലാ സ്വർണവും മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇടത്തും വലത്തും നിന്ന സഖാക്കൾ പലരും ജയിലിലായി. കോടാനുകോടിയുടെ ബിസിനസ് നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘത്തിന് പക്ഷേ അതെവിടെ കൊണ്ടുപോയി എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ സന്നിധാനത്ത് നടത്തിയ വലിയ മോഷണം മൂടിവെക്കാൻ വേണ്ടി അങ്ങ് താഴെ പമ്പാ തീരത്ത് കോടികൾ ചെലവിട്ട് സർക്കാർ തന്നെ നടത്തിയ അയ്യപ്പ സംഗമവും പണം വിഴുങ്ങാനുള്ള ഒരു പരിപാടിയാണെന്ന് SITക്ക് ഇപ്പോഴിതാ ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പമ്പയിൽ നടന്ന ആ ആഗോള അയ്യപ്പ സംഗമവും SITയുടെ അന്വേഷണ പരിധിയിലേക്ക് വന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരു സംശയം കൊണ്ടല്ല. അതുവഴി ഇത് മൂടിവെക്കാൻ സർക്കാർ തന്നെ തയ്യാറാകുമോ എന്നുള്ളൊരു ഭയവും വേണ്ട. കാരണം SIT ഇത് നേരെ ഹൈക്കോടതിയിലാണ് വിവരം നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ SIT നൽകിയ റിപ്പോർട്ടിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചും വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. SIT റിപ്പോർട്ടിൽ സുപ്രധാനമായ കണ്ടെത്തലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തും തമ്മിൽ ചേർന്ന് നടത്തിയ ഒരു പരിപാടി. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായപ്പോൾ നടന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് വ്യക്തമായി പരാമർശിച്ചിട്ടുള്ളത്. അയ്യപ്പ സംഗമം തീരുമാനിച്ച വിവരം ദേവസ്വം യോഗത്തിൻ്റെ മിനിറ്റ്സിൽ ഇല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ പരിപാടിയെല്ലാം PS പ്രശാന്ത് ഒറ്റയ്ക്ക് എടുക്കുമെന്ന് ആരും കരുതണ്ട. ഇത് അദ്ദേഹത്തിന് മുകളിലുള്ള ഒന്നുകിൽ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഒരു കാര്യം, അദ്ദേഹം കോൺഗ്രസിൽ നിന്നും വന്ന് CPMൽ പുതിയ ആളാണ്. CPMൻ്റെ നേതാക്കൾ പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം കടക്കില്ല. കടന്നാൽ അദ്ദേഹത്തിൻ്റെ പണിയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ PS പ്രശാന്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാരി എന്ന് വളരെ വ്യക്തമായി അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഫണ്ട് വിനിയോഗത്തിലെ അവ്യക്തതകളും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയാണ്. ആഗോള അയ്യപ്പ സംഗമവും വ്യക്തമായി പരാമർശിച്ച പശ്ചാത്തലത്തിൽ ഒരു അപകടം തിരിച്ചറിഞ്ഞതിനാൽ ഈ വരുന്ന തിങ്കളാഴ്ച ഒരു അടിയന്തര യോഗം വിളിക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പണിയാണ് ഹൈക്കോടതിയിൽ നിന്നും കിട്ടാനിരിക്കുന്നത് ബോർഡിനും മുഖ്യമന്ത്രിക്കും. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 3,40,00,000 രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നൽകുകയാണ് SIT. അയ്യപ്പ സംഗമത്തിന് വേണ്ടി 1 രൂപ പോലും സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ കൈപ്പറ്റാൻ പാടില്ല എന്നായിരുന്നു ഇത് നടത്തുന്നതിന് മുൻപ് തന്നെ കോടതിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ടായിരുന്നത്. പക്ഷേ അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അയ്യപ്പ സംഗമം നടത്തിയത്. ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ട പണം മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താം എന്നായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞത്, മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഏകദേശം 8 കോടി രൂപ ചിലവ് വരുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതാണ് ഇക്കാര്യം. എന്നാൽ ഈ തുക മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല, സർക്കാരിൻ്റെ പണമെല്ലാം ദുർവിനിയോഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ പുറത്ത് പിരിച്ച സ്പോൺസർ പണവും ഇനി മുക്കിയതാണോ എന്നുള്ളതും അറിയാനുണ്ട്. ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് ഈ പറയുന്ന 3,40,00,000 രൂപ പരിപാടിക്കായി നൽകിയിരിക്കുന്നത്. ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയത്. അപ്പോഴാണ് അയ്യപ്പൻ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ കള്ളക്കളി പിടിച്ചത്. അങ്ങനെ ശബരിമല അയ്യപ്പനെ ഒരു കറവപ്പശുവിനെ പോലെയാക്കി കഴിയുന്നത്ര ഊറ്റിയെടുക്കുന്നതായിരുന്നു സർക്കാരിൻ്റെ ഈ 10 വർഷങ്ങളായുള്ള പരിപാടി. അപ്പോൾ സന്നിധാനത്ത് നടന്ന ഈ കൊള്ളകളെല്ലാം മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാമായിരുന്നു. ആ 2019 കൊടും കൊള്ള മാത്രമല്ല, അതിൽ നിന്നും ഇതിൻ്റെ സ്വാദ് വ്യക്തമായി മനസ്സിലാക്കിയ സർക്കാർ 2025 അവിടുത്തെ കട്ടിലപ്പാളികൾ സ്വർണം പൂശാൻ തീരുമാനിക്കുകയായിരുന്നു. വീണ്ടും അടിച്ചു മാറ്റാനുള്ള ഒരു ശ്രമത്തിനിടെയാണ് ഈ അയ്യപ്പ സംഗമം
എന്ന കണ്ണിൽ പൊടിയിടാനുള്ളൊരു പരിപാടി നടത്തിയതും സാക്ഷാൽ അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി ഈ കള്ളങ്ങളെല്ലാം പിടിച്ചെടുത്തതും. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് മോഷ്ടിക്കാൻ ഏൽപ്പിച്ചത് പത്മകുമാർ, വാസു തുടങ്ങിയ CPM നേതാക്കളെയാണെങ്കിൽ 2025 അത് PS പ്രശാന്തിനെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ദേവസ്വം ബോർഡും മുഖ്യമന്ത്രിയും നടത്തിയ കച്ചവട ശ്രമവും കള്ളപ്പരിപാടിയുമാണ് അയ്യപ്പ സംഗമത്തിന് അതിൻ്റെ പേരിൽ കോടതി കണ്ടുപിടിച്ചത് എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. അതാണ് SIT ഇപ്പോൾ കണ്ടെത്തിയതും ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നതും. ഇതിൽ സ്വാധീനം മൂലം ഒരുപക്ഷേ പിണറായി വിജയൻ്റെ അറസ്റ്റും ജയിലൊന്നും ഉണ്ടാകില്ലെങ്കിലും എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ബാക്കി ഹൈക്കോടതി തീരുമാനിക്കും.